അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാഞ്ഞിട്ടല്ല, നബി തങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാ, ബിലാലേ നിനക്കുണ്ടായിരുന്ന ഒരു നല്ല ഗുണമെന്തേ ബിലാല്? ബിലാൽ റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ബിലാല് തങ്ങളെ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ദായിമല്ലുദൂ, ബിലാല് തങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ബിലാല് തങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സ്വഭാവമുണ്ട്. എപ്പോഴും ഒതുവോട് കൂടിയാണ് നടക്കുന്നത്. 24 മണിക്കൂറും ബിലാൽ റളിയല്ലാഹു തആല ഒതുവെടുത്തിട്ടാണ് നടക്കുന്നത്. ഒതുവെടുത്തിട്ട് നടക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് നിങ്ങൾ 24 മണിക്കൂറും ഒതുവെടുത്തിട്ട് നടക്കണമെന്ന് സിറാജ് പറയുന്നില്ല. നിങ്ങളൊക്കെ 24 മണിക്കൂറും ഒതുവെടുത്തിട്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുമ്പോഴെങ്കിലും നേരെയും എടുത്താ മതി. അടച്ചവനെ, ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുമല്ലോ. ആ ഒതുവെടുക്കുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ ഒതുവെടുക്കാത്തവരാണ്. ആ ഒതുവിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. അടച്ചവനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? അല്ലാഹുവിനെ പേടിയുള്ള, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? താടിയിലും തടമ്പിലുമല്ലടോ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണമെങ്കിലോ മാലിക് ദിനാർ പള്ളിയിൽ ഒതുവെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ. ആ ഒതുവെടുക്കുന്ന സ്ഥലത്ത് പോയാ കാണാ. ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണമെങ്കിലോ മാലിക് ദിനാർ പള്ളിയുടെ പടിയിറങ്ങി അങ്ങ് താഴെ ചെല്ലുമ്പോ ഈ സ്റ്റേജിന്റെ പുറകിൽ ഒതുവെടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ആ സ്ഥലത്ത് നാളെ സുബഹി നമസ്കാരത്തിനല്ലെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ഒതുവെടുക്കാൻ വേണ്ടി പോയിട്ട് നീ അവിടെ പോയി നിൽക്കടോ. ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഒതുവെടുക്കുന്നത് കണ്ടാ നീ ഉറപ്പിച്ചോ, അവൻ ഈമാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ.